ഒരു അടിപൊളി സാധനം കാണിക്കാനാണ് വന്നത്. സാറിൻ്റെ പേരെങ്ങനെ? രാജേഷ് നായരുടെ സാധനമാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുത്തിയ ഒരു സെറ്റാണ്. പിന്നെ കുറേ സ്പീക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഈ പ്ലെയർ ഇത് കാസറ്റാണ്, ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. പിന്നെ ഇത് CD ആണ്, ഇതും വർക്കിംഗ് ആണ്. ഇതിൻ്റെ അകം ഒന്ന് കാണിച്ച്. ഇത് അമേരിക്കയിൽ നിന്ന് വരുത്തിയതാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ സാധനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കിയത് നമ്മുടെ ചൈനക്കാരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ USA ചൈനയുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്ലാസ് സാധനമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായത് ഇത്? 8 വർഷം മുമ്പ് അമേരിക്കയിൽ നിന്ന് മേടിച്ച സാധനമാണ്. ഇതിപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. CD വർക്കിംഗ് ആണ്, കാസറ്റും വർക്കിംഗ് ആണ്. കാസറ്റ് നല്ല സോഫ്റ്റ് ടച്ചാണ്. ഇതിപ്പോൾ നമുക്ക് സ്റ്റോപ്പ്, ഇപ്പോൾ കാസറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് എൻ്റെ സ്റ്റോപ്പ് ചെയ്തതാണ് കാസറ്റ്. ഈ കാസറ്റ് നമ്മൾ ഇടുന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ച്, അടുത്തുകൊണ്ടുവന്ന് കാണിച്ച്. ഇത് നമ്മൾ പ്ലേ അടിക്കുന്നു. ഇത് നമ്മൾ പ്ലേ ഇട്ട് കഴിഞ്ഞാൽ CD ഫോർവേഡ് പ്ലേ, റിവൈൻഡ് പ്ലേ. ഇത് റിവേഴ്സ് പ്ലേ ആണ്. ഇപ്പോൾ ഇത് റിവേഴ്സ് പ്ലേ ഉണ്ട്. ഫോർവേഡ് പ്ലേയും ഇതാണ്ട് ഇവിടെ കാണാം. ലെൻസ് പോലെ ഇത് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് കാസറ്റ് കറങ്ങുന്നത് നല്ലപോലെ കാണാം. ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കണ്ടോ? എന്നെ അടിപൊളി ഡിസ്പ്ലേ ഒന്നും കണ്ടോ? ഇവിടെ പാട്ടിൻ്റെ ലെവലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സ്വിച്ചുകൾ, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒരൊറ്റ കുഴപ്പം ഞാനിതിന് കണ്ടുള്ളൂ. ഇതിൻ്റെ പ്രീ ലൈൻ ഔട്ട് CD സെപ്പറേറ്റ് ആണ്, കാസറ്റിന് സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ കാസറ്റ് ഇടുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുകയും, അല്ലെങ്കിൽ 2 ആംപ്ലിഫയർ മേടിച്ച് വെക്കേണ്ടി വരും, 2 രൂപ. അപ്പോൾ അത് പറ്റിയിടാത്തതുകൊണ്ട് വയർ ഊരി കുത്തുവോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റർ സ്വിച്ച് വെക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ അകം. ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ്. ഇതാണ് പവർ സപ്ലൈ. പിന്നെ ഇതിൻ്റെ കണ്ടോ, ഇതൊക്കെ പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ? വോളിയം കൺട്രോളൊക്കെ ഫ്രണ്ടിൽ നോബ്, വോളിയം കൺട്രോൾ പുറകിൽ നല്ല നീളത്തിലുള്ള ഒരു കമ്പിയൊക്കെ ഇട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ രസമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിന് ഒപ്റ്റിക്കൽ ഇന്നും ഔട്ടും ഉണ്ട്, കൊയാക്സിൽ ഇന്നും ഔട്ടും ഉണ്ട്. ഒപ്റ്റിക്കലും ഉണ്ട്, കൊയാക്സിലും ഉണ്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് 10 വർഷം മുമ്പ് ഒക്കെ ഉള്ളതാണ്. എങ്കിലും ഈ സാധനം ഇപ്പോഴും വർക്കിംഗ് ആണ്. ഡാമേജ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശസ്തമായ കാര്യം. ഇതാണ് ഇതിൻ്റെ പുറവശം. ഇതൊരു പ്രീ ഔട്ടാണ്. ഈ ഔട്ട് ടേപ്പിനും ഇത് CD-ക്കുമായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒപ്റ്റിക്കൽ ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട്, കൊയാക്സിൽ ഇൻപുട്ട്, കൊയാക്സിൽ ഔട്ട്പുട്ട്. ഇത് ഫോണോ ഇൻപുട്ടാണ്. ഇത് ലൈൻ ഇൻപുട്ട്സ് CD-ക്കും BDV 3200. ഓക്കെ, അത് ഇതിനായിട്ട് സമയമേ കളയണ്ട. അത് അതിൻ്റെ സ്പീക്കറുകൾക്ക് പറ്റിയ ആംപ്ലിഫയർ വേണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. നമുക്ക് ഇവിടെ ഉണ്ട് ചെറിയ ആംപ്ലിഫയർ. ആ സ്പീക്കറെ കൊടുത്ത് അടിപൊളി വർക്കിംഗ്. 4 സ്പീക്കർ, ഒരു സബ്വൂഫറും വർക്ക് ചെയ്യും. സൂപ്പറായിട്ട് വർക്ക് ചെയ്യും.
ഇപ്പോൾ ബ്ലൂറേ ഇടുന്നില്ല. ഇപ്പം ഇത് ഒന്നും വേണ്ട, സിനിമ കാണുന്നില്ല, ഒരു ആവശ്യമില്ല. ഈ സാധനത്തിന് പകരം നമ്മൾ ഈ സാധനം വെക്കുന്നു. ഇത് ക്ലാസ് ഡി തന്നെയാണ്, അത് ക്ലാസ് ഡി ആണ്. ഇതിന് നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്, പെൻഡ്രൈവ്. ഇത് ഹീറ്റ് ആവത്തേ ഇല്ല. നല്ല പൈസ കിട്ടും. സ്പീക്കർ കയ്യിലില്ലോ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതുമായിട്ട് വന്നാൽ ഞാൻ സെറ്റ് ചെയ്ത് കറക്റ്റാക്കി തന്നൂടാ. എവിടെയാ സ്ഥലം? ഒത്തിരി ദൂരെയാണ്. ഇവിടെ അടുത്തുള്ള ആളല്ലേ. ഇവിടെ കൊല്ലത്തുനിന്ന് ആൾ വന്നിരിക്കുന്നു. അപ്പോൾ സാറ് സമയം പോലെ 10-നും 3-നും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ സ്പീക്കർ, ആ സബ് വൂഫറും 4 സ്പീക്കറും, 5 കൊണ്ടുവന്നാലും കുഴപ്പമില്ല, 4 സ്പീക്കറുമായിട്ട് വന്നാൽ അപ്പം തന്നെ ഞാൻ ആംപ്ലിഫയറെ വെച്ച് സാറിന് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടെങ്കിൽ നമ്മളത് മേടിക്കുന്നു. അല്ലെങ്കിൽ സാർ ആ സ്പീക്കറുമായിട്ട് തിരിച്ചു പോകുന്നു. ഇതും മാറ്റി വെച്ചു. പിന്നെ ഇതൊന്നും ഇപ്പോൾ ഇവിടെ എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ, നോക്കാം. ചെയ്തു തരാം. സാർ ഇരിക്കുന്നോളൂ. അതിന് മുമ്പ് വന്ന 2 പേര് വെയിറ്റിങ്ങിലാണ്. അത് ഞാൻ ഗോൾഡ് സീരീസ് ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സ്പീക്കറാണ്. പൈനിയറിൻ്റെ 650 വാട്ട്സ് മാക്സിമം ഉള്ള ഒരു സ്പീക്കർ. സൂപ്പറാണ്. അതാണിപ്പോൾ നമ്മൾ ആ JBL കൂടെ ചെയ്യാൻ പോകുന്നത്. TSA 94 2FH എന്ന് പറയുന്ന സാധനമാണ്. മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. ഇതിൻ്റെ MRP എന്ന് പറയുമ്പോൾ 7590 രൂപയാണ്. രണ്ടെണ്ണമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞാൽ ഇത് 4-വേ ആണ്. 4-വേ സ്പീക്കറാണ്. ഈ 2 സ്പീക്കർ മതി സത്യത്തിൽ. സബ്വൂഫറൊക്കെ മിച്ചം പറ്റാം. സാധാരണ പാട്ട് കേൾക്കുന്നവർക്ക് അത്ര നല്ല സുഖമാണ് സാധനം. ഇതാണ് അല്ലേ? ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ നാൾ കേടാകുമ്പോൾ അനങ്ങാതെ നമ്മളങ്ങ് വെച്ചേക്കും. പിന്നെ അതിൻ്റെ കപ്പാസിറ്റർ മുഴുവൻ ഡ്രൈ ആയിപ്പോവും. പിന്നെ ഒരിക്കലും ഇത് ഓണാകില്ല. ആരെ കൊണ്ട് ഓണാക്കാൻ പറ്റില്ല. ഈ ആംപ്ലിഫയർ ഇപ്പോൾ ആരെന്നാ പറഞ്ഞാലും ലോകം മുഴുവൻ ഇത് അങ്ങായിരിക്കുക. ഇറ്റലിയിലുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിൽ എൻ്റെ അനിയനുണ്ട്. അവൻ വരെ അവിടെ ഒരെണ്ണം മേടിച്ചു. ഞാനിത് ചെയ്ത് കേട്ടോ കാനഡയിൽ നിന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? അവിടെ വരെ ഈ സാധനമായി. അപ്പോൾ ലോകം മുഴുവൻ ഈ പോയി കിടക്കുന്ന മുഴുവൻ ഹോം തിയേറ്ററിനും ഈ സാധനം സെറ്റ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഈ സാധനം ഇനി പണിതുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. DVD ഔട്ടായി. 5.1 തന്നെ ആൾക്കാർ ഉപേക്ഷിച്ചു. ബ്ലൂറേ ആ കാലഘട്ടം കഴിഞ്ഞു. അപ്പം അതിന് പകരം നമ്മുടെ ഈ നല്ല സ്പീക്കർ, ബോസിൻ്റെ സ്പീക്കർ വരെ നമ്മൾ എവിടെയായിരിക്കും പട്ടായ. അവർ ഈ വളരെ നല്ല ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അവർ ഈ പണ്ഡിറ്റ്സാണ്, മറ്റേ പുരോഹിത വർഗ്ഗമാണ്. അവർ ഒരു കള്ളത്തരം കാണിക്കുന്നില്ല. എനിക്ക് അവരെ വന്നു ആ TV ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവരൊറ്റ പീസ് പോലും പ്രശ്നം ഉണ്ടാക്കുക, സർവീസും എല്ലാം നല്ലപോലെ ചെയ്തിരുന്ന ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാർക്ക് അത്ര ഒരു ഉടായ്പൊന്നും അവർക്കൊന്നുമില്ല. ഇപ്പം നമുക്ക് ഏറ്റവും കുറഞ്ഞത് കൊടുക്കാം സാറിന് കേൾപ്പിക്കാം. ഒരു TV21 എടുത്ത് കൊടു ജിൻസി. അത് ഏറ്റവും പവർ കുറഞ്ഞ ഇപ്പം ആദ്യം കേൾപ്പിക്കാം. ഏറ്റവും കൂടുതൽ മതിയോ? അത് കഴിഞ്ഞ് അതിൻ്റെ കൂടുതൽ കേൾപ്പിക്കാം. അത് ഇത് ഇല്ലെന്നേ ഇനി 7500 വെച്ചു. അതങ്ങനെ കൊടുക്കുന്നില്ലാത്ത കൊടുത്തേരോ. അത് ഭയങ്കര പിടിയാന്ന്. ആ സാധനം കുറവാണ്. അത്ര ആവശ്യമുണ്ടോ ഒരു വീട്ടിൽ? അത് 350 വാട്ട്സ് വെച്ചാൽ അത് ഓരോ ആഗ്രഹങ്ങളാണല്ലോ. ഇനിയിപ്പോൾ ഇത് കിട്ടണ വലിയ പാടാണ്. ഇപ്പോൾ യുദ്ധമായ പിന്നെ ഷിപ്പിംഗ് ഇല്ല. ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നവരുടെ മുഴുവൻ തീർന്നു സാധനം. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ചൈന മാത്രമേ ഇവിടെയുള്ളൂ. അത് എടുത്ത് ഞാൻ വിൽക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ്. പറഞ്ഞ മനസ്സിലായി. വില കുറയും. 1000 രൂപ അപ്പോഴേ വില കുറയും. ഇത് ഒറിജിനലാണ്. ഇത് ശരിക്കും ടെക്സാസിൽ ഉണ്ടാക്കുന്ന ഒരു IC ആണ് ഒറിജിനൽ ഈ ആംപ്ലിഫയർ. സോണിയൊക്കെ ഉപയോഗിച്ച് തുണി ഇട്ടോ മൂടി വെച്ചോ എന്നെ വേണോ ചെയ്തു, ഒരു കുഴപ്പമില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ആ ഫാൻ അവിടെ ഒന്ന് കണ്ടാച്ചാൽ മതി. ചൂടൊന്നും ആകില്ല. ചൂട് വളരെ കുറവാണ്. ആവശ്യമില്ലാത്തപ്പോൾ മൂടി വെക്കണം, പൊടിയിടാതെ. ഇതെവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മതി.
ഇതിന് ഇപ്പോൾ വിറ്റതാണോ? ഏതാ പുറത്തുള്ള സാധനമല്ലേ ഉള്ളൂ? ഇത് മറ്റേ ആ പിടിയുള്ള കൂടിയ ബോക്സ് അല്ലേടാ? മറ്റേ ഹോളുള്ള ബോക്സ് അല്ലേ? നല്ല ആരോഗ്യമുണ്ട്. പിന്നെ സാറിന് എന്നെ പോലെ ദുർമേഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ലല്ലേ. രാവിലെ നടക്കുമോ? ഓടും. അല്ല, ഷുഗറൊക്കെ ഉള്ളവർ രാവിലെ ഇച്ചിരി നടക്കണമെന്നാണ് പറയുന്നത്. പിന്നെ എന്നാ നടന്നാലും ഞങ്ങളുടെ വീടിനടുത്തേ ഒരു ചേട്ടനുണ്ട്. പുള്ളി എന്നോട് എന്നും കാണുമ്പോൾ പറയും, ഒരു 10 വർഷം മുമ്പ് പറഞ്ഞ കഥയായി പറയുന്നത്. എന്നോട് പറയും, സോണി എപ്പോൾ വേണേൽ തട്ടിപ്പോകും കേട്ടോ, വയറുമായി ആകെ ഇതായി. നിങ്ങൾ രാവിലെ കുറേ പേര് ഓടാൻ പോകുന്നുണ്ട്, രാവിലെ വിളിച്ചേക്കാം, ഓടാൻ പറഞ്ഞോന്ന് പറഞ്ഞു. ആള് പോയി. അതല്ല, എന്നും എന്നെ വിളിക്കും പുള്ളി. ഞാൻ കിടന്നപ്പോൾ താമസിച്ചു പോയി സുഹൃത്തെ, നാളെ വന്നേക്കാം, നാളെ ഉറപ്പായിട്ട് ഞാൻ വരുന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പുള്ളിയെ വിട്ടു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ വൈകിട്ട് ചെന്നപ്പോൾ അവിടെ ഭയങ്കര കാർച്ചയും പോകും. പുള്ളി അറ്റാക്കൊന്നും തട്ടിപ്പോയി. അപ്പോൾ ഇതൊന്നും ഓടാത്ത ഞാനല്ലേ വിളിക്കേ. ഇതൊക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത്. അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. ഓക്കെ സാറേ, അപ്പോൾ സന്തോഷം, കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സാറിന് പോകുന്ന രംഗം അതും കൂടെ കൊടുത്തു പോണേ. പുറത്ത് കൊടുത്ത് ആ വള്ളി കറക്റ്റ് ആണല്ലോ അല്ലേ? പിടിക്കാമല്ലോ അല്ലേ? ഓക്കെ. ഇനി ഈ സാറിൻ്റെ സെറ്റ് എടുത്തോടാ, പെട്ടെന്ന്. ബസ് സ്റ്റാൻഡിൽ പോകണം. അതെ. ഈ സാറിൻ്റെ സെറ്റ് പെട്ടെന്ന് എടുത്തേ. ഒരു മണിയായി. അതെന്നാ സാറേ, ഇത് സർവീസ് ചെയ്യാനാണോ സാറേ? ഇത് സർവീസ് ചെയ്യാനാണോ? സാറും ചോറും ഫുള്ളായോ? എടുത്തു. അപ്പോൾ സി ഡിക്കും ടേപ്പിന് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ 110ഉം 230ഉം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേപ്പ് വർക്ക് ചെയ്യുന്നു. ടേപ്പിൻ്റെ ഫ്ലേവർ ഓടുന്നു ഒന്ന് കാണിച്ചേരെ. ഈ ബോർഡ് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കാണിച്ചേരാം, ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം കാണും. ഇത് എല്ലാം ഒന്ന് കാണിച്ചേരാം. നല്ല ഹൈ ക്വാളിറ്റി മേക്കാണ്. എൻ്റെ ഫ്രണ്ടൊന്ന് നല്ലപോലെ കാണിക്കാം. എൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ഓടുന്നതൊക്കെ നല്ല രസമാണ്. ഓക്കെ. പിന്നെ ഇത് LGയുടെ സ്പീക്കറാണ്. ഇതിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് LGയുടെ സ്പീക്കർ 3D ഇതാണ് LGയുടെ സ്പീക്കർ. ഈ സ്പീക്കറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുമോ സാറേ? 3 വർഷമായിട്ട്. അതിന് മുമ്പ് വല്ലപ്പോഴൊക്കെ ഓക്കെ. നമുക്ക് ഈ ഓപ്പൺ ഇത് സി ഡി സ്റ്റിൽ വർക്കിംഗ് ആണ്. അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. അവൻ കയറി പോകുന്നുണ്ട്. ഉണ്ടോ? CD പോയി. കാസറ്റ് നല്ല സോഫ്റ്റ് ടച്ച് കാസറ്റാണ്. അതിൻ്റെ സ്വിച്ചുകളൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് വളരെ സോഫ്റ്റായിട്ട് വരുന്നു. ഇതാണ് കാസറ്റും സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഫോർവേഡ് ഓട്ടോ റിവേഴ്സ് ഉള്ള കാസറ്റാണ്. അതുകൊണ്ട് ഫോർവേഡും വർക്കിംഗ് ആണ്, റിവേഴ്സും വർക്കിംഗ് ആണ്, എവറിത്തിങ് വർക്കിംഗ്. ആ ഒറ്റ ഒരു ഇൻകൺവീനിയൻസ് മാത്രമേ ഈ പ്ലെയറിന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അവർ 2 പ്രീ ഔട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്ര കാണിച്ചെന്നുള്ളൂ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഫുൾ വർക്കിംഗ് കാണിക്കാം.
ഓഡിയോ കാസറ്റ് നമുക്ക് പ്ലേ ചെയ്യാം. ഇതിൻ്റെ കാസറ്റ് കാസറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് വരും. I'm